രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. മൗന കത്തിയെടുത്ത് നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയതു. പെട്ടെന്ന് തന്റെ കഴുത്തിലൊരു വേദന അനുഭവപ്പെട്ടു. കയ്യിലെ കത്തി താഴേക്കിട്ടുകൊണ്ട് കഴുത്തിൽ കൈവച്ച് അവൾ താഴേക്കിരുന്നു പോയി. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മൗന അവനെ തുറച്ചു നോക്കി പിടഞ്ഞു. കഴുത്തിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരുന്നു. എന്താ നടന്നെന്ന് മനസ്സിലായില്ലേ? ഇന്ന് റിവൈൻഡ് അടിച്ച് നോക്കാം. ധ്രുവ് തന്റെ കയ്യിലെ വാച്ചിൽ നിന്നും സെൻസർ ലൈറ്റ് ഉപയോഗിച്ച് കയ്യിൽ കെട്ടിയ കയർ മുറിച്ചതും ഞൊടിയുടെ കയ്യിലെ വാച്ചഴിച്ച് അതിന്റെ അഗ്രഭാഗത്തെ ബ്ലേഡ് കൊണ്ട് ഒരൊറ്റ വര. കഴുത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് മൗന അവനെ തന്നെ തുറച്ചു നോക്കി. നിന്നെ ഞാൻ വെറുതെ വിട്ടതായിരുന്നു, പക്ഷെ നീയായി തന്നെ ചോദിച്ചു വാങ്ങിയതാ നിന്റെ ഈ മരണം. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഇതും കൂടി അറിഞ്ഞോ? എന്റെ പെണ്ണ് എവിടെയാണെന്ന്, ആരാ കൊണ്ടുപോയതെന്നും എനിക്കറിയാം. ആ മരണവെപ്രാളത്തിൽ അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞു മരിച്ചു. മരണമെരന്ന് മേടിച്ചവൻ. അവളെ പുച്ഛിച്ചുകൊണ്ടവൻ ഫോണെടുത്ത് വിളിച്ച് ആർക്കോ നിർദ്ദേശം കൊടുത്തു. ധ്രുവ് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അമ്മയെ കാണാൻ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് കിച്ചുവിന്റെ സംസാരം കേട്ടത്. ധ്രുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭാബി എങ്ങനെ സഹിക്കും? കിച്ചു ഓരോന്നും പറഞ്ഞു തിരിഞ്ഞതും ഉണ്ണിയെ കണ്ടു. ഒന്നുകൂടെ പൊട്ടിക്കരഞ്ഞുപോയി. മോനെ ഉണ്ണി, ഞാനെല്ലാം കേട്ടു. ഒന്നിനെ വെറുതെ വിടില്ല അമ്മ, ഒന്നിനെ. ഹലോ കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചതും ധ്രുവ് കൈ നീട്ടി കാറിന്റെ താക്കോൽ എറിഞ്ഞു കൊടുത്തോണ്ട് പറഞ്ഞു, ഡിക്കിയിലുണ്ട്. ധ്രുവ് ഒന്ന് മൂടി. ധ്രുവ് സ്ഥലത്തെത്തിയതും ഡിക്കിയിലുള്ളവൻ എടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. നിങ്ങൾ 3 പേരും ഇരുന്ന് ബോറടിച്ചോ? ദേ ഒരാളും കൂടെ ഉണ്ട്. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ, എന്നിട്ട് പണി തുടങ്ങാം. 3 പേരും ധ്രുവ് പോയതിനു ശേഷം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഓർക്കുകയായിരുന്നു. എന്തെങ്കിലും പഴുതോ മറ്റോ കിട്ടുമെന്നൊക്കെ നോക്കി. ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ തുറക്കുന്നതിനും അടക്കുന്നതിനും ധ്രുവ് വേണം. ഡേവിഡ് ആക്കിയ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സത്യക്ക് കിട്ടിയ തെളിവുകളെല്ലാം MLA-ക്കെതിരെ ആയതുകൊണ്ട് തന്നെ ഫോഴ്സിനെയും കൊണ്ട് നേരെ MLA-യുടെ വീട്ടിലേക്ക്. യു ആർ അണ്ടർ അറസ്റ്റ് MLA, സോ പ്ലീസ്, സത്യ പറഞ്ഞുകൊണ്ട് കയ്യിൽ വിലങ്ങും വെച്ച് പുറത്തേക്ക് നടത്തിച്ചു. എല്ലാ ന്യൂസുകാരും അതൊരു വാർത്തയായി ആഘോഷിച്ചു. ഒരു മന്ത്രിമാർ പോലും സപ്പോർട്ടായി നിന്നില്ല. പിന്നിൽ മോൺസ്റ്റർ ആയതിനാൽ നിന്നാൽ പിന്നെ തല പോലും കാണില്ലെന്നറിയാം. TV-യിലെ വാർത്ത കണ്ടതും ഡേവിഡ് അലറി വിളിച്ചു, നോ പപ്പ. സോറി ഡേവിഡ്, നീയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ഇനി നിന്റെ അച്ഛൻ പുറം കാണില്ല. അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നീ മരിക്കും മുമ്പേ അറിയിച്ചേക്കാം, ഓക്കെ? എടോ പതിയെ, ഇത്ര അലറിയാ പോലും ആരും കേൾക്കില്ല. ധ്രുവിന്റെ മുഖത്തെ ഭാവം കണ്ടതും ആരോഹിയും ആരുഷിയും ഒന്ന് ഞെട്ടി ഭയത്തോടെ നോക്കിയിരുന്നു. രാത്രിയായതും 2 പേരും ഉറങ്ങി. ഉണ്ണി, ഹാബ, എല്ലാം എന്തേ? ഉറക്കാണ്. എന്നാ എഴുന്നേൽപ്പിക്ക്. ഓക്കെ. ധ്രുവ് ഒരു വലിയ ലൈറ്റ് പോലുള്ള സാധനം കൊണ്ടുവന്ന് സെല്ലിലേക്ക് അടുപ്പിച്ചു വെച്ചു. 4 പേരും ഉറക്കമായതുകൊണ്ട് തന്നെ ഇതൊന്നും അറിഞ്ഞില്ല. ദേഷ് അവിടെ തന്നെയുള്ളൊരു സോഫയിൽ തന്നെ ഇരുന്നു. കൂടെ ആലോകും. ധ്രുവ് ലൈറ്റ് ഓൺ ചെയ്തതും അതിന്റെ ചൂടിന് ആദ്യം ഡേവിഡ് എഴുന്നേറ്റ്. കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നില്ല. അത്രയും തീവ്രമായ പ്രകാശം കണ്ണിലേക്ക് തുളച്ചു കയറി. തന്റെ ഷർട്ടിന് മുഖം മൂടിയെങ്കിലും ധ്രുവ് ഒന്നുകൂടി ലൈറ്റ് കൂട്ടി. ആരോഹിയും ആരുഷിയും വിവേകും എന്തോ അസഹനീയമായ ചൂട് കാരണം എഴുന്നേറ്റ് ചുറ്റും നോക്കിയത്. കണ്ണുകൾ മഞ്ഞളിച്ചുപോയി. ശരീരം മൊത്തം ചുട്ടുപഴുക്കും പോലെ തോന്നി. അമ്മ! ആരോഹിക്ക് ചൂട് സഹിക്കാൻ വയ്യാതെയായതും നിലവിളിച്ചു പോയി. മുഖവും ശരീരവുമെല്ലാം ചുട്ടുപഴുത്തു. തൊലി പോലും ഇളകി വരുമോ എന്ന് അവൾ ഭയപ്പെട്ടു. കൂടെ അമ്മയും. ഏട്ടാ വേണ്ട, പ്ലീസ്, സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, പ്ലീസ്, ഞാൻ അനുജത്തിയല്ലേ, പ്ലീസ് ക്ഷമിക്കേട്ടാ. ഇല്ലാരും വേറെ ആരോട് ക്ഷമിച്ചേനെ, പക്ഷെ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഇനിയാണ് നീ വേദന എന്താണെന്ന് അറിയാൻ പോകുന്നത്. ഏട്ടാ. വിവേക് ചൂടിഞ്ഞാൽ വെന്തുരുകിക്കൊണ്ടിരുന്നു. ഡേവിഡ് തന്നാൽ കഴിയും വിധം പരമാവധി സഹിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ധ്രുവ് ഒന്നുകൂടി ചൂട് കൂട്ടിയതിനാൽ അവനും അലറിക്കരഞ്ഞുപോയി. 4 പേരുടെയും ശരീരവും മുഖവുമെല്ലാം ലൈറ്റിന്റെ ചൂടിനാൽ ചുവന്നു വന്നു.
ഫസ്റ്റ് ഓപ്ഷൻ തരാം. ദശിന്റെ ശബ്ദം മുഴങ്ങി. എന്താണെന്നറിയാൻ 4 പേരും അവനെ കാതോർത്തിരുന്നു. ആദ്യവാരം വരുന്നു. അവർക്ക് ആദ്യം മരിക്കാം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അവന്റെ മരണമെന്ന വാക്കിൽ തന്നെ തങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് 4 പേർക്കും തോന്നി. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതുപോലും സഹിക്കാൻ പറ്റുന്നില്ല. 4 പേരും ഭയന്ന് വിറച്ചു. ദശു പറഞ്ഞു കഴിഞ്ഞതും അതിനുള്ളിൽ നിന്നും ഒരു വാതിൽ കാൽഭാഗം തുറന്നു വന്നു. ആ വാതിലിൽ ആരാദ്യം കയറുന്നു അവർക്ക് രക്ഷപ്പെടാം. പക്ഷെ അത് മരണത്തിലൂടെ മാത്രമായിരിക്കും. അരമണിക്കൂറിന് മേലെയായി ഇപ്പൊ ചൂട് സഹിക്കാൻ തുടങ്ങിയിട്ട്. മുഖമെല്ലാം ചുവന്ന് ചെറുതായി വിണ്ടുകീറി ചോര പൊടിഞ്ഞു തുടങ്ങി. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാലു മുതൽ തല വരെ അസഹനീയമായ ചൂടിൽ വെന്തുരുകുന്നു. പെട്ടെന്ന് തന്നെ ആരോഹി ചൂട് സഹിക്കവയ്യാതെ ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് പോന്നു. അപ്പോൾ തന്നെ അതടയുകയും ചെയ്തു. അപ്പുറത്തെത്തിയ ആരോഹി ശ്വാസമൊന്ന് ആഞ്ഞുവിട്ടു. അതിൽ നിന്നും ചീഞ്ഞ ദുർഗന്ധം വന്നതും മൂക്ക് പൊത്തിയിരുന്നു പോയി. ഛർദിക്കുകയും ചെയ്തു. മൊത്തം ഇരുട്ടായതിനാൽ തന്നെ അവൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. തൻ്റെ കയ്യിലും കാലിലും എന്തോ ഇഴയുന്നതും തൊടുന്നതും അറിയേ അവൾ ഭയം പൊട്ടിമുളച്ചു. ആരോഹി പേടിച്ച് വിറച്ചുപോയി. കയ്യിലും കഴുത്തിലും കാലുമെല്ലാം എന്തൊക്കെയോ നുരഞ്ഞുഴയുന്നു. എന്തൊക്കെയോ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത് പോലെ. പക്ഷെ ഇരുട്ടായതിനാൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കഴുത്തിൽ കൂടെ എന്തോ മുഖത്തേക്ക് കയറിയതും ആരോഹി കൈകൊണ്ട് തട്ടി. ആ പാമ്പ്! അവൾ അലറി വിളിച്ചു. 3 പേർ ആരോഹിയുടെ അലറിക്കരച്ചിൽ കേട്ടൊന്ന് ഭയന്നു. അങ്കിൾ പ്ലീസ്, എന്നെ രക്ഷിക്കേ പ്ലീസ്! അവൾ അലറി വിളിച്ചുകൊണ്ടിരുന്നു. മോളെ! ആരോഹിയുടെ കരച്ചിൽ കേട്ടതും ആരുഷിയും നിലവിളിച്ചു പോയി. അമ്മ അമ്മ പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദിസ്. മോളെ ഏട്ടാ പ്ലീസ്! അവൾ ആ ചൂടിലും അലോകിനോട് യാചിച്ചു. ഓക്കെ ഫൈൻ, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറായ വെറുതെ വിടാം. അലോക് സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ചെയ്യാം ഏട്ടാ പ്ലീസ്. കൃഷ്ണയോടും മകളോടും ഞാനും മോളും കാല് പിടിച്ച് മാപ്പ് പറയാം. പ്ലീസ് ഒന്ന് വെറുതെ വിട്ടാൽ മതി. അതിനവരോട് മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞു ആരുഷി. പിന്നെ വെയിറ്റ് ആൻഡ് സീ. ഉണ്ണി! അലോക് വിളിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി ധ്രുവ് വേഗം ലൈറ്റ് ഓഫ് ചെയ്തു. എല്ലാവരും ശ്വാസം ആഞ്ഞു വലിച്ചു. ലൈറ്റിന്റെ കാഠിന്യം മൂലം ശരീരത്തും മുഖത്തുമെല്ലാം പോറലും മുറിവും ഉണ്ടായി. അലോക് കണ്ണുകൊണ്ട് സിഗ്നൽ കാണിച്ചതും ധ്രുവ് അടുത്ത ബട്ടൺ പ്രസ് ചെയ്തു. ചെറുതായി പെയ്യുന്ന വെള്ളം അത് കണ്ട് 3 പേരിലും ആശ്വാസം തോന്നിയെങ്കിലും പിന്നീട് ശരീരം മുഴുവനും നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. ഏട്ടാ പ്ലീസ് മതി, വേദനിക്കുന്നു, നീറുന്നു. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു പെങ്ങളെ? പ്ലീസ് ഏട്ടാ, ഒരു തെറ്റ് പറ്റി. ആരുഷി കരഞ്ഞുകൊണ്ട് അവനോട് യാചിച്ചു. ഒരു തെറ്റോ? നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. അതെല്ലാം ഞാൻ കണ്ണടച്ച് കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ മകന് നഷ്ടം ഉണ്ടായത്. അലോക് അത്രയും പറഞ്ഞതും ദശ വേഗം ചാടി എഴുന്നേറ്റു. നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാനാണ്. ഒരു ഓപ്ഷൻ തരാം, യു ഡിസൈഡ്. ആരുഷി അവൻ്റെ ആ ഭാവം കാണി ഒന്ന് ഭയന്നുകൊണ്ട് മൂളി. നിങ്ങൾ ചെയ്ത എല്ലാ പാപവും മകൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഞാൻ ശിക്ഷയിൽ ഇളവ് നൽകാം. അതുപോലെ മകളുടെ പാപം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ. അത്രയും പറഞ്ഞുകൊണ്ട് ദശ ഒരു ബട്ടൺ അമർത്തിയതും ആരോഹി കിടക്കുന്ന മുറിയിലെ ഒരു ഭാഗം, മുഖം മാത്രം കാണാവുന്ന അത്രയും ഭാഗം കുറച്ച് നീങ്ങി. അത് കണ്ട ആരുഷി വേഗം അങ്ങോട്ട് നീങ്ങി. തൻ്റെ മുറിയിൽ വെളിച്ചം കണ്ടതും ആ ഭാഗത്തേക്ക് നീങ്ങിയ ആരോഹി മുന്നിലെ അമ്മയെ കണ്ടു. അമ്മ! ആ! ആരുഷി അലറി വിളിച്ചു. അമ്മ, ഇത് ഞാനാ. നിന്റെ മുഖത്തെന്താ മോളെ ഒരു കറുത്ത സാധനം? ചുണ്ടിലും എല്ലായിടത്തും ഉണ്ടല്ലോ. ആരുഷി അറപ്പോടെ പറഞ്ഞു. കറുത്ത സാധനോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? നീ പറഞ്ഞത് ശരിയാ ആരുഷി. നിന്റെ മകളുടെ മുഖത്തേക്ക് ഒരു കറുത്ത സാധനം. അതിന്റെ പേരാണ് ലീച്ച് അഥവാ അട്ട. ആരോഹി ഛർദിച്ചു. അറപ്പ് തോന്നി അവൾക്ക് തന്നെ. തന്റെ മനോഹരമായ മുഖത്ത് ഇപ്പോ അവൾ ഓക്കാനിച്ചു. മോളെ, അമ്മ പറയുന്നത് കേൾക്ക്. എന്താ അമ്മ? അവൾ പ്രതീക്ഷയോടെ നോക്കി. മോളെല്ലാ കുറ്റവും ഏറ്റെടുക്കണം. അമ്മയുടെ അപേക്ഷയാണ്. അമ്മ, നിങ്ങളൊരു അമ്മയാണോ എന്നെ സ്നേഹിച്ചത്? എനിക്ക് പോലും ഉറപ്പ് തോന്നുന്നു. സാധാരണ എല്ലാ അമ്മമാരും മകൾക്ക് വേണ്ടി ജീവൻ കളയും.
പക്ഷെ നിങ്ങളോ, നിങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ നിങ്ങളെ വിശ്വസിച്ചതിന് പകരം എൻ്റെ അച്ഛനെ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അവൾ തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്ന അച്ഛനെ ഓർമ്മ വന്നു. അന്ന് ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞ് അവഹേളിച്ചു. അതിനും കാരണം ഇവരായിരുന്നു. എന്തിന്? താൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, മറ്റു പുരുഷന്മാർക്കൊപ്പം ഉള്ള റിലേഷൻ പോലും. പക്ഷെ ഇന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അവരിൽ ഉത്തരവൊന്നുമില്ലായിരുന്നു. 2 മക്കളെ സ്നേഹിച്ചിട്ടില്ല. എന്തിന്? ഭർത്താവിനെ പോലും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. വാശിയായിരുന്നു എല്ലാത്തിനും. ഇല്ല. അവരുടെ വാക്കിൽ നിന്നും കേട്ട ഉത്തരത്തിൽ അവൾ ഞെട്ടിയില്ല. കാരണം നേരത്തെ അറിയാമായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചു. അങ്കിൾ, ഞാൻ റെഡിയാണ്. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാം? അത് കേട്ടതും ആരുഷി ഒന്ന് ചിരിച്ചു. തൻ്റെ മകൾ. പക്ഷേ ബാക്കി പറയുന്നത് കേട്ട് ആരോഹി ഞെട്ടി വിറച്ചുപോയി. അങ്കിൾ, എനിക്ക് തരുന്നതിനേക്കാൾ 10 ഇരട്ടി ശിക്ഷ ഇവർക്ക്, എൻ്റെ അമ്മ എന്ന് പറയുന്ന ഇവർക്ക് നൽകണം. ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡിസയർ. ദശും അലോകും ധ്രുവും ഒരു പുച്ഛം നിറഞ്ഞു നിന്നു. ദശ അടുത്ത വാതിൽ തുറന്നതും ആരോഹി അങ്ങോട്ട് ചെന്നു. ആ മുറിയിൽ കയറിയതും കാലിൽ എന്തൊക്കെയോ കുത്തിക്കയറാൻ തുടങ്ങി. ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് കാല് കുഴഞ്ഞുകൊണ്ട് മുട്ടിൽ കുത്തിയിരുന്നു. ആ! കാലിലെല്ലായിടത്തും എന്തോ തുളച്ചു കയറിപ്പോയി. പെട്ടെന്നാണ് എന്തോന്ന് തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞതും അവളിൽ വെപ്രാളം തോന്നി. പെട്ടെന്ന് തന്നെ അത് തന്നെയും വരച്ചു കൊണ്ടുപോയി. അവളുടെ ശബ്ദം പോലും നേർത്തുപോയി. കൈകാലുകൾ അരഞ്ഞ് ഒരു പഴംതൊലി പോലെ. അസ്ഥികൾ നുറങ്ങിയ 1000 ഇരട്ടി വേദന അവൾ ആ നിമിഷം പറഞ്ഞു. അടുത്തത് അവളുടെ തലയിൽ എന്തോ തുളഞ്ഞു കയറിയ വേദനയും. അവൾ അലറിക്കരഞ്ഞു. നീ കരയണം. എൻ്റെ പെണ്ണ് കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ, അതിലിരട്ടെ വേദന അറിഞ്ഞു വേണം നീ കരയാൻ. ഒരു കുഞ്ഞു ജീവനെയാണ് നീ കൂടി ഇല്ലാതാക്കിയത്. അതൊന്ന് തൊട്ടറിയാൻ പോലും നീ സമയം കൊടുത്തില്ലല്ലോ. നിന്റെ ഈ കാല് കൊണ്ടല്ലേ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചേ. അതാദ്യം എടുത്തത്. എന്നെ ഒന്ന് കൊന്നതാ. അവൾ ആ വേദനയിലും അവനോട് യാചിച്ചു. ഒരു സ്ക്രൂ തലയോട്ടിൽ കൂടി തുളഞ്ഞു കയറുന്ന വേദന. വളരെ പതിയെയും സ്പീഡിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ വേദനയിൽ അവൾ അലറിക്കരഞ്ഞു. ഒരിറ്റ് ജീവനം ബാക്കിയെന്നോളം അവൻ അതിനെ പിൻവലിച്ചു. പ്ലീസ്, ഒന്ന് കൊല്ലു. ആരോഹി അടുത്ത മുറിയിലേക്ക് കടന്നതും അവളുടെ നേർത്തു വരുന്ന ശബ്ദം കേട്ടതും എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. 3 പേരും വേദനയാലും നീറ്റലാലും പുളഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ പുക പോലുള്ള ദ്രാവകം വന്നതും 3 പേരും ബോധം കെട്ട് വീണു. ആരുഷി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞ മുറിയാണ് കണ്ടത്. കൈകൾ അനക്കാൻ സാധിക്കുന്നില്ല. എന്താ ആൻറ്റി, ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ലല്ലേ? ദശ അവളുടെ ചുറ്റും ഒന്ന് നടന്നുകൊണ്ടിരുന്നു. കുത്തനെ നിർത്തിയിരിക്കുകയാണ്. ദശ ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് ആരുഷി അവനെ വിളിച്ചു. മോനെ. ഇപ്പൊ തീരെ സമയമില്ല ആൻറ്റി ഈ പുന്നാര വാക്കുകൾ കേൾക്കാൻ. ആരുഷി പതിയെ വേദനിക്കുന്നതിനനുസരിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നിങ്ങൾ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ.